ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സലാലയിലെ 4ാമത്തെ ദിവസമാണ്. നമ്മുടെ ട്രിപ്പിലെ മൊത്തത്തിൽ 6ാമത്തെ ദിവസമായി. നമ്മളിപ്പോൾ 4 ദിവസം താമസിച്ച ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് പോവാണ്. നമ്മൾ താമസിച്ച ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അസ്വാൻ അൽ ഖലീജ് ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ്. ഇത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു, കാരണം നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. ഇത്തരത്തിലുള്ള ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ, കിച്ചൺ കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടിലാണ് നടന്നുപോയി. നമ്മളിപ്പോൾ ഫാമിലിയോട് കൂടി വന്നല്ല, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ട്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ലൗണ്ടറി കൊടുക്കുകയാണെങ്കിൽ വലിയ എമൗണ്ട് തന്നെ ആവും. ഇത്തരത്തിൽ ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അലക്കാനുള്ള കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പോകാം. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് 11:30 മണിയായി. സാധനങ്ങൾക്ക് വണ്ടി കയറ്റാണ്. ഇനി സലാലിലെ കുറച്ച് സ്ഥലങ്ങൾ കൂടി കാണാനുണ്ട്. 1-2 സ്ഥലങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. അതും കൂടി കണ്ടിട്ട് നേരെ നമ്മൾ വന്ന വഴിയാണ് തിരിച്ച് പോവാണ്. ഇബിരി വഴിയാണ് തിരിച്ച് പോകുന്നത്. ഇന്ന് ഇപ്പം കാഴ്ചകളൊക്കെ പോകാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമയം ഇപ്പോൾ 12 മണിയാവും. അതുകൊണ്ട് തന്നെ ബ്രഞ്ച് കഴിച്ചു. ലഞ്ചും അല്ല, ബ്രേക്ക്ഫാസ്റ്റും ഇല്ലാതുള്ള രീതിയിൽ ബ്രഞ്ച് കഴിച്ചു. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാറുള്ള കട തന്നെ സലാല തട്ട് കട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ 3-4 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് എങ്കിയോ ബ്രഞ്ച് കഴിച്ച് പോവാണ്. നമ്മൾ വല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് 4ാമത്തെ ദിവസം സലാലിലെ 4ാമത്തെ ദിവസം ഫസ്റ്റ് സ്പോട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഈ ഒരു ഏരിയയിൽ വന്നതാണ് അയ്യൂബ് നബിയുടെ ഖബർസ്ഥാനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഒരു സ്ഥലമുണ്ട്. അത് പുണ്യസ്ഥലമായിട്ട് കണക്കാക്കപ്പെടുന്ന അയ്യൂബ് നബിക്ക് അസുഖം വന്ന സമയത്ത് ഈ ഒരു കുളത്തിൽ കുളിച്ചിട്ട് അസുഖം മാറ്റി കൊടുത്തു എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. ഇസ്ലാമിക മതപരമായിട്ട് വിശ്വസിക്കുന്നത്. ഈ അയ്യൂബ് നബി നമ്മളെ മുസ്ലിമുകൾ വിശ്വസിക്കുന്ന പോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും ഈ അയ്യൂബ് നബി പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ജേക്കബ് എന്നാണെന്ന് തോന്നുന്നു ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഖബർസ്ഥാനങ്ങൾ കാണാൻ ക്രിസ്ത്യാനികൾ വരാറുണ്ട്. ഈ ഒരു കുളം കാണാൻ ക്രിസ്ത്യാനികളും വരാറുണ്ട്. അപ്പോൾ ആ ഒരു കുളത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ ഒരു കുളത്തിലേക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നടന്നു പോകാനായിട്ട് കുറച്ച് ഒരു 3-4 മിനിറ്റ് നടന്ന് പോകാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ ഒരു അതിനായിട്ടുള്ളൊരു പാർക്കിംഗ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വേറെ വണ്ടികൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വലിയൊരു പാർക്കിംഗ് സ്ലോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് പോകാൻ വരാനുണ്ട്, കാരണം അന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വന്ന ദിവസങ്ങളിൽ ഈ ഒരു സ്പോട്ട് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് നമ്മൾ ഖത്തറിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. സ്പെഷ്യലായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന് ഇങ്ങോട്ടേക്ക് ഏകദേശം 35-40 മിനിറ്റോളം ഓട്ടമുണ്ട്. ഏകദേശം 30 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇവിടെ ഒരു ഷെൽട്ടർ കൊടുത്തിട്ടില്ല, കാരണം ഇറങ്ങി പോക്ക് ഈസി ആയിരിക്കും. തിരിച്ച് കയറി വരിക എന്ന് പറയുന്നത് ചടങ്ങ് തന്നെയായിരിക്കും. അപ്പോൾ തളർന്നു കഴിഞ്ഞാൽ വന്ന് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ സാധനം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നടന്ന് പോകണം. അവിടെയുണ്ട് ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ കൊടുത്തിട്ട്, കണ്ടില്ലേ. ഇതൊരു കാട് തന്നെയാണ്. കാടിന് നടുക്ക് ഇത്തരത്തിൽ വാക്ക് വേ കൊടുത്തുകൊണ്ട് മാത്രമേ നടക്കാൻ കഴിയുന്നുള്ളൂ. അത്യാവശ്യം നല്ല ദൂരമുണ്ട്, നടന്ന് നീങ്ങാനുണ്ട്. ഇത്തരത്തിൽ ഇഷ്ടംപോലെ നടക്കാനുണ്ട് കേട്ടോ. ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു നടക്കാൻ. നല്ല കാലാവസ്ഥ, കുഴപ്പമൊന്നുമില്ല, വെയിലുണ്ട്, എന്നാലും വലിയ ബുദ്ധിമുട്ടിക്കാത്തൊരു കാലാവസ്ഥയാണ്. നല്ല പച്ചപ്പുണ്ട്. ഈ ഒരു ഫുട്പാത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോകാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നടപ്പാത കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു ഡയറക്ഷൻ ഇങ്ങനെ നോക്കി പോവാം. ആളും മനുഷ്യനല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ സിയാ, പോവല്ലേ. ആ കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കെട്ടി വലിച്ചിരിക്കുകയാണ് കുളം. ഏത് ഭാഗത്താണെന്നോ അറിയില്ല. എവിടെയും കുറച്ച് വെള്ളമുണ്ട്. വെള്ളം ഇതെല്ലാം ആ ഒരു കുളത്തിൻ്റെ വെള്ളം തോന്നുന്നു. ഇതൊക്കെ ഇവിടെയൊക്കെ പൂപ്പൽ പിടിച്ച് കച്ചറായിട്ടുണ്ട് അടിഭാഗം ഫുള്ളായിട്ട്. നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാം, അപ്പുറത്തെ സൈഡിൽ. ആ കുളത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അതായത് അയ്യൂബ് നബിയുടെ രോഗം ഷിഫയാക്കി കൊടുത്ത വെള്ളം എന്ന് വിശ്വസിക്കുന്ന ആ വെള്ളത്തിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ഫുള്ള് പച്ച കളറായിട്ടുള്ളത്. അടിഭാഗം ഒന്നും കാണുന്നില്ല, ക്ലീനല്ല. ഇപ്പം ഈ ഒരു ഭാഗത്ത് കുറച്ച് നേരം നമുക്ക് ക്ലീൻ ആകുന്നത്. അത് നമുക്ക് കാലും കൈയൊന്നും കഴുകിയിട്ട് പോകാമെന്നല്ലാതെ വേറെ ഓപ്ഷനില്ല. കുളിക്കണമെങ്കിൽ കുളിക്കാം. ചെറിയൊരു പോട്ട് പോലെ കുളം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ പാറ കഷ്ണങ്ങളാണ്. ഇങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, വഴിയുണ്ട്. ഇവിടെ ഷോർട്ട് കട്ടായിട്ട് ഒരു ഏണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഏണി കൊടുക്കുന്നുണ്ട്. ഇത്രയും നടന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, എന്തിനാണെന്നറിയില്ല. അവിടെ ഏണിയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്നാണ് തോന്നുന്നു ഉറവ് വരുന്നത്. ആ ഒരു സ്ഥലത്ത് ഉറവ് വരുന്നുണ്ട്. ഫുള്ള് പാറ. നമുക്ക് ശരിക്കും ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും. നല്ല തണലാണ്. അയ്യോ, നടന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും ടയർഡായി. അപ്പോൾ ഏതായാലും ഈ ഒരു വെള്ളത്തിൽ ഒന്ന് കാലും കഴിയൊന്നും കഴിയട്ടെ. ചില ആൾക്കാർ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കുപ്പിയിൽ വെള്ളമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, കുടിക്കാറുണ്ട്. ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ സ്ഥലം. നമുക്ക് ഈ വെള്ളത്തിൻ്റെ സൈഡിലെ പാറക്കഷ്ണത്തിൻ്റെ ഈ ഉള്ളിലോട്ടൊക്കെ പോവാം. ഈ പാറക്കൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ടാവില്ല. എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ പാറകൾ, എത്ര കഥകൾ. ഈ ഓരോ പാറക്കഷ്ണത്തിൻ്റെ കല്ലുകൾക്കൊക്കെ എന്തൊക്കെ ചരിത്രങ്ങൾ പറയാനുണ്ടാവും ആലോചിച്ച് നോക്കിയിട്ട്. ഈ ചരിത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള മരങ്ങൾ, അല്ല പ്രകൃതിയായിട്ടുള്ള സ്ഥലങ്ങൾക്കൊക്കെ ഒരുപാട്
കഥകൾ പറയാനുണ്ടോ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതും കേട്ടതൊക്കെ ആയിട്ടുള്ള കഥകൾ പറയാനുണ്ടോ. അടിപൊളി, നല്ല സ്പോട്ട് കേട്ടോ ഇവിടെ ഇരിക്കാനായിട്ട്. തണലായിട്ട് ആർച്ച് പോലെ ഇങ്ങനെ സീ ആയിട്ടാണുള്ളത്, ഇങ്ങനെ ഈ സീ ആയിട്ട് സീ രൂപത്തിൽ ഇവിടെയാണ് ആ വെള്ളം കിടക്കുന്നത്. അപ്പോൾ വെള്ളത്തിലൊക്കെ മുങ്ങി കാലം കഴുകൊക്കെ കഴുകി തിരിച്ച് പോകാം. കുടിക്കാനുള്ള വെള്ളം എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ കുടിച്ചിട്ടില്ല. മീനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുണ്യമായ സ്ഥലം. അപ്പോൾ അത്തരത്തിൽ ആൾക്കാർ എന്താ പറയാൻ കുപ്പിയിലുമൊക്കെ വെള്ളം എടുത്ത് കൊണ്ടുപോകുന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ വന്ന സമയത്ത് ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് തിരിച്ച് പോവാം. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം ചുറ്റിലും. നമ്മൾ ഒമാനിലെ സലാലിൽ വന്ന സമയത്ത് നമ്മൾ കാണാൻ പറ്റാത്തതെന്ന് വെച്ചാൽ വെള്ളച്ചാട്ടം, വാട്ടർഫോൾ നമ്മൾ കാണാൻ പറ്റിയില്ല. പച്ചപ്പൊക്കെ കണ്ട്, കാരണം വാട്ടർഫോൾ ആ സീസൺ കഴിഞ്ഞതുകൊണ്ടാണ് വാട്ടർഫോൾ കാണാൻ പറ്റാറുള്ളത്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു പോർട്ടിൽ വെള്ളം എപ്പോഴും ഏത് സമയത്തും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. വെള്ളം പറ്റാത്ത രീതിയിൽ ഉറവകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കുളത്തിൽ വെള്ളം ഏത് സമയത്തും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വന്ന സമയത്തും വെള്ളം ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട്. ക്ലിയർ ഇല്ല, ഒരു പൂപ്പൽ പിടിച്ച വെള്ളം പോലെയാണല്ലോ കാണുന്നത്, പച്ചപ്പ് നിറഞ്ഞ വെള്ളം. അപ്പോൾ ഏതായാലും നമ്മൾ സ്ഥലമെല്ലാം വന്നിട്ട് കാണാൻ പറ്റാത്ത സ്ഥലം എന്ന് പറയുന്നത് വാട്ടർഫോൾ മാത്രമാണ്. ഈ ഒരു സെപ്റ്റംബർ ലാസ്റ്റോട് വന്നതുകൊണ്ട് ഇപ്പോൾ ഓഗസ്റ്റ് എൻഡിലോട്ട് മുമ്പായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർഫോൾ നേരൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് സ്ഥലം ആസ്വദിച്ച് പോകാൻ പറ്റും. നല്ല കാലാവസ്ഥയായിരിക്കും, ഇതിനെക്കാട്ടിയും ബെറ്റർ കാലാവസ്ഥയായിരിക്കും ഓഗസ്റ്റ് എൻഡോട് കൂടി ഉണ്ടാവാം. ഇറക്കം വളരെ ഈസി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കയറ്റാണ് പ്രശ്നം മോനെ, ഇങ്ങനെ കയറണം, സ്റ്റെപ്പ് ഒരുപാട് കയറാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഷെൽട്ടർ കൊടുത്തത്. കയറിക്കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി. ഞാനാണെങ്കിൽ മോളെയും തട്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. വാ മൊത്തം അങ്ങനെ ആ ഒരു സ്ഥലം കണ്ടു. തിരിച്ചതാ വണ്ടിയിലെത്തി. ടയർഡായി, ശരിക്കും നല്ല രീതിയിൽ നടക്കാനുണ്ട്, സ്റ്റെപ്പുകൾ കയറാനുണ്ട്. 1 കിലോമീറ്ററിന് മുകളിലുണ്ട് തോന്നുന്നു. അപ്പോൾ കയറി വരുമ്പോഴത്തേക്ക് ടയർഡായി, എല്ലാവരും ടയർഡായി. അപ്പോൾ ഇവിടുന്ന് പോവാണ്. ഇനി ഏകദേശം ഈ സലാല മൊത്തം കവർ ചെയ്തതാണ് എൻ്റെ വിശ്വാസം. ഇനി എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ ഏതായാലും ഇവിടുന്ന് നേരെ തിരിച്ച് പോയാൽ നമുക്ക് പോകുന്ന വഴിക്കൊന്ന് ലുലു കയറണം, കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. പിന്നെ നമ്മൾ എന്തെങ്കിലും പച്ചക്കറികളോ നമ്മളവിടെ കണ്ടിട്ടില്ലേ, കോക്കനട്ട്, കർമൂസ, അതൊക്കെ അങ്ങനെ ഇളനീര, കർമൂസ അല്ലെങ്കിൽ വാഴപ്പഴം എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുക അത് വാങ്ങിക്കണം. തിരിച്ച് നേരെ ഇബിരി വഴി നമ്മുടെ ദോഹ പിടിക്കണം. അപ്പോൾ ഏതായാലും ഇവിടുന്ന് നമുക്ക് പോകാം, തിരിച്ച് പോകാം. നമ്മൾ നേരത്തെ പോയത് അയ്യൂബ് നബിയുടെ ലോകം ഷിഫയാക്കിയ ആ വെള്ളത്തിനടുത്ത് പോയി. തിരിച്ച് വീണ്ടും ഇന്നലെ, അതായത് രണ്ട് ദിവസം മുമ്പ് വന്ന അയ്യൂബ് നബിയുടെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, മഖ്ബറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ അയ്യൂബ് നബിയുടെ കാൽപാദം പതിച്ചൊരു സ്ഥലം, ഒരു ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കാണാൻ. ഏതായാലും അതും കൂടി കണ്ടു നോക്കാം, കാണാൻ പറ്റുമെങ്കിൽ. ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ ചെന്ന് നോക്കട്ടെ. ഇതാണ് അയ്യൂബ് നബിയുടെ ഖബർ. ഈ ഒരു ഭാഗമാണ് നമ്മളോട് മിസ്സായിപ്പോയത്. അയ്യൂബ് നബിയുടെ കാൽപാദം എന്ന് വിളിച്ചോദിക്കുന്ന ഒരു സ്ഥലം. ഈ ഒരു ഭാഗം ഞാൻ മിസ്സായിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും കാണാനില്ല, കാൽപാദമാണെന്നുള്ളതൊന്നും കാണാനില്ല. ഇതാണ് അയ്യൂബ് നബിയുടെ കാൽപാദം എന്ന് വിശ്വസിക്കുന്നത്. ഇതല്ലേ ഈ ഒരു ഭാഗം നഖത്തിൻ്റെ ഭാഗമായിട്ടും ഈ കാണുന്നത് നഖമായിട്ട് ഇല്ല. ഓരോന്ന് 1, 2 ഒന്ന് വിശ്വസിക്കുന്നു. ഏതായാലും മിസ്സായി പോയ 2 സ്പോട്ടും കൂടി കണ്ടു. തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മുടെ അയ്യൂബ് നബിയുടെ ഖബർസ്ഥാനിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഇവിടെ ചെറിയൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു. മിക്ക സ്റ്റാളും ക്ലോസ്ഡ് ആണ്. ഈ ഒരു ഭാഗം ഇത് മാത്രമാണ് തുറന്നിരിക്കുന്നത്. കാരണം സീസൺ കഴിഞ്ഞപ്പോൾ എല്ലാം ഇങ്ങനത്തരത്തിലെല്ലാം പൂട്ടിപ്പോയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു കരിമ്പ് ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ട്. ആ കരിമ്പ് ജ്യൂസ് കുടിക്കുന്നത്. പിന്നെ ഒരു പാരക്ക സെറ്റ് വാങ്ങിച്ചു. ഒരു കരിമ്പ് ജ്യൂസിന് 5 റിയാൽ, ഖത്തറിന് 5 റിയാൽ, ഇവിടുത്തെ 500 പൈസ. അങ്ങനെ 2 വാങ്ങിച്ചു 10 റിയാലിന്. ഒരു സെറ്റ് പാരക്ക സെറ്റിന് 10 റിയാൽ. അത് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് തെരുവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അത് 2 വാങ്ങിച്ചിട്ട് വണ്ടി കയറി പോകും. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1:30 മണിയായി. 10 മണിക്കൂർ, ഏകദേശം 9-9.5 മണിക്കൂറത്തോളം യാത്രയുണ്ട് ഇബിരിയിലേക്ക്. ഇവിടുന്ന് 900 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. രാത്രി 10-11 മണിക്കൊക്കെ നമ്മൾ എത്തുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കണം. ഹാഫ് ടാങ്ക് ആയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ലുലു അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിംഗ് മാൾസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിർത്തിയിട്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കാതിരിക്കുന്നത്. ഇപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് സ്ഥലങ്ങളിലേക്ക് വീണ്ടും പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നേരെ ഇബിരി വിട്ടിട്ടാണ് ഇപ്പോൾ ഇബിരിയിലേക്ക് ലൊക്കേഷനിലാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ പോകും. കാഴ്ചകളൊന്നും കാണിക്കാനൊന്നുമില്ല, നമ്മൾ ഡ്രൈ ആണ്. നമ്മൾ വരുന്ന സമയത്ത് തന്നെ കണ്ടിരുന്നു പ്ലെയിൻ ആയിട്ടുള്ള ഗ്രൗണ്ടാണ് 2 സൈഡിലായിട്ട്, ഒറ്റ സ്ട്രൈറ്റ് റോഡും. പിന്നെ അവിടെ എത്തിയിട്ട് കാണാം എന്തൊക്കെയാണെന്നുള്ളത്. പോകുന്ന വഴിയിലെ കാഴ്ചകളും കാണിച്ചു തരാം മാക്സിമം. നോക്കാം.
തിരിച്ച് സലാല ടു ഇബിരി യാത്രയിലെ ഫസ്റ്റ് പെട്രോൾ പമ്പിലേക്ക് കയറിയിട്ടുണ്ട്. പെട്രോൾ കാഭാഗത്തോളം ഉണ്ട്. നമ്മൾ നേരത്തെ അന്ന് വന്ന ഷെല്ലിന്റെ പെട്രോൾ പമ്പിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പോകണം. അതിനുശേഷം നമ്മളെ ബെഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഫാമിലിക്ക് ബാക്കിൽ കിടന്നുറങ്ങാനുള്ള ഒരു സജ്ജീകരണം ആക്കണം. പെട്രോൾ ഇവിടുന്ന് ഫുള്ളാക്കട്ടെ. ഇതുവരെ 3000 കിലോമീറ്റർ 2943 കിലോമീറ്റർ ഓടി. ഇപ്പം ഒരു 800-900 കിലോമീറ്റർ ആവും. 3000-4000 കിലോമീറ്റർ തിരിച്ച് ഖത്തറിലെത്തുമ്പോൾ എന്തായാലും 5000 കിലോമീറ്റർ ആവും. നേരെ വണ്ടി സർവീസിന് കൊണ്ടുപോകണം. നമ്മൾ നേരത്തെ കണ്ട പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചത് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഫുള്ള് ഡ്രൈ ആണ്. പിന്നെ ഫാമിലിക്ക് കിടക്കാൻ പാകത്തിൽ ബെഡൊക്കെ വിരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫാമിലിക്ക് കിടന്നുറങ്ങിക്കോളും. ഡ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും പ്ലെയിൻ ആയിട്ടുള്ള ഡെസേർട്ട്. നമുക്ക് ഡെസേർട്ട് എന്ന് വിളിക്കണമെങ്കിൽ മണൽ കാണണം. അങ്ങനത്തെ മണലും കാര്യങ്ങളൊന്നും കാണാത്ത പ്ലെയിൻ ഗ്രൗണ്ട്. ഇവരെത്തുന്നവർ ഈ ഒരു കാഴ്ച തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള കാഴ്ചയൊന്നും ഉണ്ടാവില്ല. നേരെ നമ്മൾ ഇവരിൽ എത്തുന്നതിനിടയിലുള്ള പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ പോവാണ് നമ്മൾ ഇവരി ലക്ഷ്യമാക്കിയിട്ട്. അങ്ങനെ രണ്ടാമത്തെ പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇബിരിയിലേക്ക് പോകുന്ന ബൈക്കുള്ളത് ഹാഫ് ടാങ്കിൻ്റെ മുകളിലുണ്ട്. എന്നാലും ഒന്ന് ഫ്രഷ് ആവണം, ബാത്റൂമിൽ പോകണം, മുത്തിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതായാലും പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. വഴിക്ക് ചെറിയൊരു ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ചെക്ക് ചെയ്യുന്നത് ആകെ നമ്മുടെ ഖത്തർ ഐഡിയും ലൈസൻസും മാത്രമാണ്. നമ്മുടെ പാസ്പോർട്ടോ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. നമ്മൾ ഖത്തർ ഐഡി കാണിച്ചെടുത്താൽ മതി. ചില സമയത്ത് ഫാമിലി ചോദിക്കും. മിക്കവാറും ഡ്രൈവർ ആരാണ് വണ്ടി ഓടിക്കുന്നത് ആ വണ്ടിയുടെ മുൽക്കി, അതായത് എസ്റ്റിമാരെയും പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമാണ് ചോദിക്കുന്നത്. അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു തന്നെ നമ്മൾ പോകാൻ പറയും. അപ്പോൾ ചെക്ക് പോയിന്റ് ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ പോകണമെങ്കിൽ ഏകദേശം 500 കിലോമീറ്ററോളം ഇനിയും ഉണ്ട് നമ്മൾ ഇബിരി എത്താൻ വേണ്ടിയിട്ട്. എനിക്ക് ഓർമ്മയില്ല എന്റെ സാറേ. അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ആരോഗ്യത്തിരിക്കാനാണ്. ഇനി എങ്ങനെയാണ് ചെയ്തത്? പെട്രോൾ ഓൾമോസ്റ്റ് കഴിയാറായി. ഇത് എൻ്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. നമ്മൾ ഇബിരി ടു സലാല പോകുന്ന വഴിക്ക് ഒരുപാട് പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ ഒരുപാടെന്ന് വെച്ചാൽ അടുത്തടുത്തല്ലെങ്കിലും കുറച്ച് വിട്ടായിട്ട് പെട്രോൾ പമ്പുണ്ട്. 1-2 പെട്രോൾ പമ്പ് എന്നോട് മിസ്സായി പോയി. കാരണം രാത്രി ആയതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റിയില്ല. അങ്ങനെ ഒടുവിൽ നമ്മുടെ ഈ ഒരു യാത്രക്കിടയിൽ നമ്മൾ ആദ്യമായിട്ട് 10 ലിറ്ററിൻ്റെ ടാങ്ക് ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഈ ട്രിപ്പിൽ ഫസ്റ്റ് ടൈമായിട്ട് പെട്രോളിൻ്റെ വാർണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതുവരെ പെട്രോൾ പമ്പ് ഒന്നും കണ്ടിട്ടില്ല. ഇനി രാത്രി ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ഏകദേശം 200-250 കിലോമീറ്ററോളം പോകാനുണ്ട്. ഒരു 10 ലിറ്റർ പെട്രോൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഈ ഒരു റിസർവിൽ ഒരു 10 ലിറ്ററോളം പോവുകയും ചെയ്യും. അപ്പോൾ ഒരു 100-120 കിലോമീറ്ററോളം പോകും. പക്ഷെ എന്തായാലും അതിനിടയിൽ ഒരു പെട്രോൾ പമ്പ് വരുമെന്ന് വിചാരിക്കാം. ഇങ്ങനെ പോവാണ്. അങ്ങനെ നമ്മുടെ ഒമാൻ ട്രിപ്പിൽ ഫസ്റ്റ് ടൈം നമ്മൾ പെട്രോൾ യൂസ് ചെയ്യാണ്. ആക്ച്വലി 1-2 പെട്രോൾ പമ്പ് എന്നോട് മിസ്സായി പോയത്. അറിയോ? അങ്ങനെ 10 ലിറ്റർ പെട്രോൾ നമ്മളെ കാര്യം കാലിയാക്കിയിട്ടുണ്ട്. ഇനി പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പ് കാണും പ്രതീക്ഷിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എത്തുന്നു. ഇനി എവിടെ എത്തുന്നു അവിടെ പാർക്ക് ചെയ്തിട്ട് വണ്ടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫൈനലി നമ്മളൊരു പെട്രോൾ പമ്പ് കിട്ടി, രക്ഷപ്പെട്ടു. ഞാൻ ഓൾറെഡി മാപ്പിൽ നോക്കിയിട്ടാണ് വരുന്നത്. മാപ്പിൽ ഓൾമോസ്റ്റ് കാണിക്കുന്നുണ്ട് പെട്രോൾ പമ്പ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ പെട്രോൾ പമ്പിലെത്തി ഫുൾ ടാങ്ക് അടിക്കണം. പെട്രോൾ പമ്പെത്തി ഫുൾ ടാങ്ക് അടിക്കണം. പിന്നെ ക്യാനിൽ ഞാൻ ഇന്ന് അടിക്കുന്നില്ല. നാളെ തിരിച്ച് ദോഹയിലോട്ട് പോകുന്ന സമയത്ത് അടിക്കുന്നുള്ളൂ. ക്യാൻ എംപ്റ്റി ആയിട്ടുള്ളൂ. അപ്പോൾ ഫുള്ള് ഇവിടെ അടിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ അന്ന് താമസിച്ച ഹോട്ടലിലേക്ക് ഏകദേശം 1 മണിക്കൂർ ഓട്ടമുണ്ട്. 110 കിലോമീറ്റർ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് നേരെ ഹോട്ടലിലോട്ട്. അപ്പോൾ സാധാരണ പകുതി ടാങ്കിൽ വെച്ചിട്ടാണ് അടിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ 100-120 ആ റേഞ്ചാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇപ്രാവശ്യം ഫുള്ള് നെല്ലിക്കപ്പടി കണ്ടെന്ന് പറഞ്ഞില്ലേ,
അത്രക്കും പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 173 റിയാലിലെ പെട്രോൾ അടിച്ച്. ഇതാ നമ്മളെ സ്പോട്ടിലെത്തി, ഇബ്രിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ താമസിച്ച അതേ ഹോട്ടലിൽ തന്നെ താമസിക്കുന്നത്, അൽ മാജിദ് ഹോട്ടൽ. പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാഗേജ് എടുക്കാൻ വന്നിരിക്കുകയാണ്. 100, അതായത് നമ്മുടെ ഖത്തറിലെ 100, ഇവിടുത്തെ 10 റിയാലാണ് ഒരു ദിവസത്തെ ചാർജ് എന്ന് പറയുന്നത്. റൂം ഫസ്റ്റ് ഫ്ലോറാണ് കിട്ടിയിരിക്കുന്നത്. റൂമും കൂടി ഞാൻ കാണിച്ചു തരാം. സെയിം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം റൂം സെയിം തന്നെയാണോ എന്ന്. ഇത്തവണ കിട്ടിയ റൂം സിംഗിൾ ബെഡായിട്ടാണ്. അപ്പോൾ ഇതേ കുറച്ച് വീതിയുണ്ട്, വലിപ്പമുണ്ട് റൂം, പക്ഷേ സിംഗിൾ ബെഡായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. എന്താണെന്ന് സാരമില്ല, കുഴപ്പമില്ല. ഇതാണ് രാവിലെ എണീച്ച് പോകേണ്ടത് ടോയ്ലറ്റ് സെറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇബിരിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യണം. നാളത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇബിരിയിൽ നിന്ന് നേരെ തിരിച്ച് നമ്മൾ പോകുന്ന യാത്ര വിവരണമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.